ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ നമുക്ക് 5 ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്. 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും, എളുപ്പമുള്ള 5 എണ്ണമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന കവിതാംശ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, അപ്പോൾ അത് നല്ലവണ്ണം വായിക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, ഉത്തരവും അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ വായിച്ച് നോക്കുക. പ്യാരെ പ്യാരെ ചന്ദാ മാമ, പ്യാരെ പ്യാരെ ചന്ദാ മാമ, ഗോലെ ഗോലെ ചന്ദാ മാമ, ആവോ ആവോ ചന്ദാ മാമ, ഖേലോ ഖേലോ മേരെ സാത്ത്. അപ്പോൾ ചെറിയൊരു കവിതയാണ്, കുഞ്ഞു കവിതയാണ്. അപ്പോൾ ചന്ദാ മാമ, ചന്ദ്രനെ കുറിച്ചാണല്ലേ, ചന്ദാ മാമയെ കുറിച്ചാണുള്ള ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. സമാൻ ധ്വനിവാലെ ശബ്ദ ലിഖേ, അതായത് ഒരേ ശബ്ദമുള്ള, ഒരേ പോലെ തോന്നുന്ന ശബ്ദങ്ങൾ, അതായത് വാക്കുകൾ എഴുതാനാണ്. അപ്പോൾ ഇവിടെ തന്നെ ചോദ്യത്തിൽ തന്നെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഏതാ എഴുതാം? പ്യാരെ പ്യാരെ. ആദ്യം നമ്മൾ എഴുതാം പ്യാരെ പ്യാരെ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം പ്യാരെ പ്യാരെ. ഓക്കെ, പിന്നെ കോലെ കോലെ, അതും നമുക്ക് എഴുതാം. പിന്നെ ആവോ ആവോ എഴുതാം. ഖേലോ ഖേലോ. അപ്പോൾ 4 എണ്ണം ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ആദ്യം എഴുതേണ്ട പ്യാരെ പ്യാരെ, രണ്ടാമത്തെ ഗോലെ ഗോലെ, മൂന്നാമത്തേത് ആവോ ആവോ, നാലാമത്തേത് ഖേലോ ഖേലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കവിതാംശയ്ക്ക് ലിയ ശീർഷക് ദേ, ഒരു ടൈറ്റിൽ നൽകാനാണ്. അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചുള്ള കവിതയാണ്? നമുക്കറിയാം, ചന്ദാ മാമയെക്കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ നമുക്ക് എന്താ ടൈറ്റിൽ കൊടുക്കുക? ചന്ദാ മാമ എന്ന് ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ സ്പെല്ലിങ് ഇവിടെയുണ്ട്, ചന്ദാ മാമ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങോട്ട് എഴുതിയാൽ മതി, ചന്ദാ മാമ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇതും ഒരു ഗണ്ട് പടം, ഒരു പാസേജ് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. യഹ് അനു ഹെ, ഇതാരാണ്? അനു ആണ്. അപ്പോൾ യഹ് അനു ഹെ, യഹ് 5വീം കക്ഷാ മേ പഠത്തി ഹെ. എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിലാണ്. യഹ് GUPS പാലോഡ് മേ പഠത്തി ഹെ. ഏത് സ്കൂളിലാണ്? പാലോഡ് GUP സ്കൂളിലാണ് പഠിക്കുന്നത്. ഇസ്കി ആയു 11 ഹെ. വയസ്സ് എത്രയാണ്? 11 വയസ്സാണ്, 11 ആണ്. അപ്പോൾ അനുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാനാണ്, പ്രൊഫൈൽ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ നമുക്ക് അനുവിൻ്റെ പ്രൊഫൈൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. ആദ്യം എന്താണ്? ആദ്യം നാമാണ്. നാം എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം, പേര്. പേരെന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? അനു എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അനു എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അനു ഇവിടെ തന്നെ ഉണ്ട്, അനു. ഓക്കെ, അനു ഇവിടെ കറക്റ്റ് സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ, അനു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കക്ഷ. കക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് ആണ്. കക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്. ഓക്കെ, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്. ക്ലാസ് എത്രയാണ്? 5വീ. അതും അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 5വീ കക്ഷ അതും ഉണ്ട്. ഇനി ആയു. ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്. വയസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 11 ആണ്. അപ്പം വയസ്സും 11 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം 11, വയസ്സ് എത്രയാണ്? 11. ഓക്കെ, വയസ്സ് 11. വയസ്സ് 11. ഓക്കെ, ഇനി സ്കൂൾ എന്താണ്? GUP സ്കൂൾ പാലോട്, അതും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് GUP സ്കൂൾ പാലോട്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഏതൊക്കെയാണ്? നാം, അനു, അതേപോലെ തന്നെ കക്ഷ 5വീ, സ്കൂൾ GUPS പാലോട്, പിന്നെ ആയു 11. ഓക്കെ, ഇനി അപ്ന നാം സിഖേ. ഇപ്പോൾ ലിഖോ, നിങ്ങളുടെ പേര് എഴുതാനാണ്. നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിൽ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്ററാണ്. ഹിന്ദി ദിവസിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദി ദിവസ് സമാരോഹ, അപ്പോൾ നമ്മൾ ആദ്യം ഹിന്ദി ദിവസ് സമാരോഹ എഴുതാം.
ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ ഹിന്ദി ദിൻ സമാരോഹ് എന്ന് ഇവിടെ എഴുതുക. പിന്നെ നമ്മൾ ഡേറ്റ് എഴുതുക. പിന്നെ എവിടെയാണ് ഉദ്ഘാടനം സ്ഥലം എവിടെയാണ് സ്കൂൾ ഓഡിറ്റോറിയമേ ദോപഹർ 2 ബജെ ലാസ്റ്റ് സബ്ക സ്വാഗത് ഹെ. ഓക്കെ, അപ്പോൾ ഇതും വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇനി ഹിന്ദി ദിവസ് കിസ് ദിൻ മനായ ജാത ഹെ, അത് ഇവിടെ തന്നിട്ടുണ്ട്. ഹിന്ദി ദിവസം എന്നാണ് സിതംബർ, അതും ഇവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. സൂചന താലിക വരെ ജംഗലി ഓർ പാൽത്തു ജാനവരോं का चुनकर लिखे. ലോമഡി, ബില്ലി, ഷേർ, ബക്കരി, ബന്ദർ. ഡൊമസ്റ്റിക് ആനിമലും അതേപോലെ തന്നെ വൈൽഡ് ആനിമൽസും അതിന് എഴുതാനാണ്, തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ജംഗലി ജാൻവറിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ലോമഡി എഴുതാം അല്ലേ? ലോമഡി ജംഗലി ജാൻവറാണ്. അതേപോലെ ബില്ലി എന്താണ്? ബില്ലി പാൽത്തു ജാൻവറാണ്. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. പിന്നെ ഷേർ എന്ന് പറയുമ്പോൾ അത് ജംഗലി ജാൻവറാണ്, സിംഹം എന്താണ്? വൈൽഡ് ആനിമലാണ്. ബക്കരി എന്ന് പറയുമ്പോൾ ആടാണ് അല്ലേ? ബക്കരി എന്ന് പറയുമ്പോൾ ആടാണ്, അത് പാൽത്തു ജാൻവറാണ്. ബന്ദർ എന്ന് പറയുമ്പോൾ എന്താണ്? ജംഗലി ജാൻവറാണ്. ബന്ദർ എന്ന് പറയുമ്പോൾ ജംഗലി ജാൻവറാണ്. അപ്പോൾ പാൽത്തു ജാൻവർ ഏതൊക്കെയാണ്? ബില്ലിയും ബക്കരിയും അല്ലേ? ബില്ലിയും ബക്കരിയുമാണ് എന്ത്? പാൽത്തു ജാൻവർ, ബില്ലി, ബക്കരി. ബാക്കിയൊക്കെ എന്താണ്? ജംഗലി ജാൻവറാണ്. ഷേർ ജംഗലി ജാൻവറാണ്. ലോമഡി ജംഗലി ജാൻവറാണ്. ബന്ദർ ജംഗലി ജാൻവറാണ്. വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഉചിത് രംഗ് ദേ. അപ്പോൾ ഓരോന്നിനും ഉചിതമായ കളർ കൊടുക്കാനാണ്. ഓക്കെ, ആസ്മാൻ എന്ന് പറയുന്നത് എന്താണ്? ആകാശം എന്താണ്? നീല ആകാശമാണ്. ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വയലിന് എന്ത് നിറമാണ്? പച്ച നിറമാണ്. അപ്പോൾ ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച കളറ്, ഗ്രീൻ കളറ്. ഇനി ഫൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവാണ്. പൂവ് എന്താണ്? ഫൂൾ ലാല്, ചുവന്ന കളറ്. ഓക്കെ, ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി എന്താണ്? കറുത്ത കളറാണ്. കാലാണ് കറുത്ത കളറ്. പിന്നെ നാരങ്ങി, അപ്പോൾ യെല്ലോ കളർ. ഓക്കെ, അപ്പോൾ എല്ലാ കളറും പഠിച്ചല്ലോ. ഏതൊക്കെയാണ് കളറ്? ഇത് പീലി എന്ന് പറഞ്ഞാൽ യെല്ലോ, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ, ഹര എന്ന് പറഞ്ഞാൽ പച്ച, ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്. ഓക്കെ, അപ്പോൾ ആസ്മ എന്ന് പറയുമ്പോൾ നീല, ഖേത്ത് എന്ന് പറയുമ്പോൾ ഹര ഖേത്ത്, പച്ച വയൽ, ഫൂൾ എന്ന് പറയുമ്പോൾ ലാൽ ഫൂൾ, ചുവന്ന പൂവ്. പിന്നെ ബാൽ എന്ന് പറയുന്നത് മുടി എന്താണ്? കറുത്ത മുടി. നാരങ്ങി എന്ന് പറഞ്ഞാൽ നാരങ്ങ, പീലി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. വാക്യ ഭട്കർ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖിയേ. വിനു ദോസ്ത് കെ ഘർ ജാ രഹാ ഥ. വിനു ആരുടെ വീട്ടിൽ പോവാണ്? ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. സടക് പർ കേലാക്ക ചിൽക്ക പടാത്ത. അവർ റോട്ടിൽ എന്ത് കണ്ട്? പഴത്തൊലി കണ്ടു. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ കെയ്യി. അപ്പോൾ ആ പഴത്തൊലിയുടെ മേലെ എന്താണ്? സൈക്കിള് തെന്നിപ്പോയി. വിനു നീച്ചെ ഗിര. വിനു എന്തായി? നിലത്ത് വീണു. പേഡ് പർ ചോട്ട് ലഗി. എന്താണ്? മുറിവ് പറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ സടക് പർ ക്യാ പടാത്ത. റോഡിൽ എന്തുണ്ടായിരുന്നു? സടക് പർ കേലേക്ക ചിൽക്ക പടാത്ത. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ തന്നെ അവിടെ ഉണ്ട്. ഓക്കെ, സടക് പർ കേലേക്ക ചിൽക്ക പടാത്ത. ഇനി അടുത്ത കോൻ ഗിര. ആരാണ് വീണത്? അതും ഇവിടെ തന്നെ ഉണ്ട്. വിനു ഗിര. അപ്പം വിനു നീച്ചെ ഗിര. അപ്പം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും അവിടെ ഉണ്ടാവും. ഇനി അടുത്തത് മൂന്നാമത്തെ വിനു കഹാൻ ജാ രഹാ ഥാ. വിനു എവിടെ പോവുകയായിരുന്നു? കഹാൻ ജാ രഹാ ഥാ. വിനു ദോസ്ത് കെ ഘർ ജാ രഹാ ഥാ. അപ്പം മൂന്നാമത്തതും അവിടെയുണ്ട്. ഇനി അടുത്ത എന്താണ്? കിസ്കെ पैर पर चोट लगी. ആരുടെ കാലിനാണ് മുറിവ് പറ്റിയത്? വിനുക്കെ പയർ പർ ചോട്ട് ലഗി. വിനു കൈസേ ഗിര. വിനു എങ്ങനെയാണ് വീണത്? അതും ഇവിടെ ഉണ്ട്. വിനു എങ്ങനെയാണ് വീണത്? ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി. അപ്പം എല്ലാ ചോദ്യത്തിനും ഉത്തരവും 1 by 1 ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ മനസ്സിലാക്കുക, അത്രമാത്രമാണ് ചെയ്യേണ്ടത്. സടക് പർ ക്യാ പടാത്ത. ഇനി ചോദ്യം മനസ്സിലായില്ലെങ്കിലും സടക് പർ എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സടക് പർ കേലേക്ക ചിൽക്ക പടാത്ത. അപ്പോൾ വാക്യം നോക്കുക. പിന്നെ കോൻ ഗിര. അപ്പോൾ ഗിര എവിടെയെങ്കിലും ഉണ്ടോ? വിനു നീച്ചേ ഗിര. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം. പിന്നെ ബിനു കഹാൻ ജാ രഹാ ഥ. അപ്പം ജാ രഹാ ഥ.
ജാരഹാത്തനെ നമ്മൾ എവിടെ കണ്ട് ഇവിടെയാണ് കണ്ടത്. അപ്പം ബിനു ദോസ്ത് കെ ഘർ ജാരഹാത്ത. ഓക്കെ. കിസ്കെ പയർ പർ ചോട്ട് ലഗി, ആരുടെ കാലിനാണ് ചോട്ട് പറ്റിയത്? അപ്പം ചോട്ട് ലഗി എന്നുണ്ട്. അപ്പം വിനുവിന് ആണ് ചോട്ട് പറ്റിയത്. വിനു കൈസേ ഗിര, അതും ഇവിടെയുണ്ട്. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി. വളരെ എളുപ്പമുള്ളതാണ്. ചോദ്യങ്ങളൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെയും ആൻസർ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഒരൊറ്റ ആൻസറും പുറത്തു നിന്നുണ്ടാവില്ല. അപ്പം താങ്ക് യു.